കഴിഞ്ഞ ദിവസം നമ്മൾ അക്ഷങ്ങൾക്ക് സമാന്തരമായ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ എന്താ, അക്ഷങ്ങൾക്ക് സമാന്തരമായ വരയുടെ നീളം അത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇന്ന് അക്ഷങ്ങൾക്ക് സമാന്തരമായ ബിന്ദുക്കളല്ല, സമാന്തരം അല്ലാത്ത ബിന്ദുക്കൾ എന്ന് വെച്ചാല് അക്ഷങ്ങൾക്ക് സമാന്തരമല്ലാത്ത വരയുടെ നീളം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം, ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം തന്നെയാണ് ഈ ബിന്ദുക്കളെ യോജിപ്പിച്ചാൽ കിട്ടുന്ന വരയുടെ നീളവും. ആ രണ്ട് ബിന്ദുക്കൾക്കും പേര് കൊടുക്കാം എ ബി. ഈ ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ്? ഈ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ നോക്കിക്കേ. ഇവിടെ നിന്നും എക്സ് അക്ഷത്തിലേക്ക്, എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഏത് സംഖ്യയാണ് കാണുന്നത്? 2. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 2. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെയാണ്? വൈ സൂചക സംഖ്യ വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ കാണുന്ന സംഖ്യ നോക്കിക്കേ 1 ആണ്. അപ്പോ വൈ സൂചക സംഖ്യ 1. അതേപോലെ ബിയുടെ സൂചക സംഖ്യകൾ എഴുതാമല്ലോ. എത്രയാണ്? എക്സ് 5 ആയിരിക്കും, വൈയോ വൈ 5 തന്നെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എയും ബിയും തമ്മിലുള്ള അകലം എന്ന് വെച്ചാല് എ ബി എന്ന വരയുടെ നീളം, എയും ബിയും യോജിപ്പിക്കുന്ന വരയുടെ നീളം. ഈ വരയുടെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ചതുരക്കണക്കുകൾ ചെയ്തില്ലേ? അതിനകത്ത് എങ്ങനെ ചെയ്തെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയി സൂചക സംഖ്യകൾ കണ്ടെത്താൻ പറ്റില്ലായിരുന്നു. എങ്ങനെയാണ് പിന്നെ നമ്മൾ ചെയ്തത്? ഇവിടെ നിന്നും നേരെ വലത്തോട്ടോ ഇടത്തോട്ടോ പോവുക, അതിനുശേഷം നേരെ മുകളിലേക്ക് പോവുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ഇവിടെയും നമുക്ക് ആ മാർഗം ഒന്ന് സ്വീകരിച്ചു നോക്കാം. നോക്കിക്കേ, എയിൽ നിന്നും നമുക്ക് നേരെ വലത്തോട്ട് പോകാം. എയിൽ നിന്നും നേരെ വലത്തോട്ട് ബിയുടെ നേരെ താഴെ എത്തിച്ചേർന്നല്ലോ. ഈ പോയിന്റിന് നമുക്ക് സി എന്ന പേര് കൊടുക്കാം. സിയുടെ സൂചക സംഖ്യകൾ, സിയുടെ കോർഡിനേറ്റ്സ് എത്രയാണ്? നോക്കൂ, എക്സിലേക്ക് വരച്ചപ്പോൾ 5, വൈ സൂചക സംഖ്യയോ വൈ കോർഡിനേറ്റ് 1. ഇനി ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകാം. ഇപ്പൊ നമുക്കൊരു മട്ടത്രികോണം കിട്ടിയല്ലോ. ഈ മട്ടത്രികോണത്തിന്റെ 3 മൂലകളുടെയും സൂചക സംഖ്യകൾക്ക് നമുക്ക് ഒരു പേര് കൊടുക്കാം. നോക്കിക്കേ, ഇവിടെ ഇത് ഒന്നാമത്തെ ബിന്ദു, ഇത് 2, ഇത് 3. ആ രീതിയിൽ നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്? x1. അപ്പൊ ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് x1. ഒന്നാമത്തെ പോയിന്റിന്റെ വൈ കോർഡിനേറ്റോ y1, x1 y1. ഇനി രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ത് പേര് കൊടുക്കാം? x2. ഇവിടെ x2. ഇതോ രണ്ടാമത്തെ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്, അപ്പോ y2. ഇനി നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ഇത് 5 ആണ്, എക്സ് കോർഡിനേറ്റ് ആണ്. ഈ രണ്ട് ബിന്ദുക്കളിൽ എക്സ് കോർഡിനേറ്റ് 5 ആയിട്ട് വന്നിരിക്കുന്നത് എവിടെയാണ്? ഇതല്ലേ രണ്ടാമത്തെ ബിന്ദുവിലെ എക്സ് കോർഡിനേറ്റ്. അതിന് നമ്മൾ പേരെന്താ കൊടുത്തേക്കുന്നത്? x2. അപ്പൊ ഈ 5 x2 തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെയും x2 തന്നെ എഴുതാമല്ലോ. അപ്പൊ ഇതും x2 തന്നെയാണ്. ഇനി നോക്കിക്കേ, വൈ കോർഡിനേറ്റ് 1 വന്നിരിക്കുന്നത് വേറെ എവിടെയുണ്ട്? കണ്ട് ഈ ഭാഗത്ത് ഒന്നാമത്തെ പോയിന്റിന്റെ വൈ കോർഡിനേറ്റും 1 തന്നെയാണ് അല്ലെ? അപ്പൊ അതിന് പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് y1. അങ്ങനെയാണെങ്കിൽ ഇവിടെയും y1 എന്ന് കൊടുക്കാമല്ലോ. ഇതും y1 തന്നെയാണ്. ഇനി നോക്കൂ, എ സിയുടെ നീളം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ സി ഈക്വൽ ടു വൈ കോർഡിനേറ്റ്സ് ഈക്വൽ അല്ലേ? അപ്പൊ ഇനി അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്ത് നോക്കിയാൽ മതി? x1ഉം x2ഉം എക്സ് കോർഡിനേറ്റ്സ് മാത്രം നോക്കിയാൽ മതി. മോഡുലസ് x1 മൈനസ് x2, x1 മൈനസ് x2. അപ്പൊ നമുക്ക് എ സിയുടെ നീളം കിട്ടും. ഈക്വൽ ടു മോഡ് x1 എന്ന് പറയുന്നത് എത്രയാ?
2 മൈനസ് x2 എന്ന് പറയുന്നത് 5 ഈക്വൽ ടു മോഡ് മൈനസ് 3 ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ എ സിയുടെ നീളം നമുക്ക് 3 സെന്റിമീറ്റർ കിട്ടി. ഇവിടെ 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് ബി സിയുടെ നീളം കണ്ടെത്തി നോക്കാം. ബി സി ഈക്വൽ ടു, നോക്കിക്കേ, അതിൽ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആണല്ലോ. എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അത് നോക്കേണ്ട കാര്യമുണ്ടോ? അത് ശ്രദ്ധിക്കേണ്ട. പിന്നെ ഏതാ? വൈ കോർഡിനേറ്റ്സ് മാത്രം നോക്കിയാൽ മതി. വൈ കോർഡിനേറ്റ്സിന്റെ വ്യത്യാസം കണ്ടുപിടിക്കുക, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ. അപ്പൊ നമുക്ക് ബി സിയുടെ നീളം കിട്ടും. ബി സി ഈക്വൽ ടു മോഡ് y1 മൈനസ് y2. y1 മൈനസ് y2 ഈക്വൽ ടു മോഡ് y1 എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് y2 എത്രയാ? 5 ഈക്വൽ ടു മോഡ് മൈനസ് 4 ഈക്വൽ ടു 4. ബി സിയുടെ നീളം നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇത് മട്ടത്രികോണം ആയതുകൊണ്ട് ഇതിന്റെ കർണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കർണം എന്ന് പറയുന്നത് എ ബി അല്ലേ. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് പാദവർഗം 3 സ്ക്വയർ പ്ലസ് ലംബവർഗം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 4 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് എ ബിയുടെ നീളം എത്രയാണ് കിട്ടിയത്? 5 സെന്റിമീറ്റർ. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇവിടെ എ സി നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? മോഡ് x1 മൈനസ് x2. ബി സിയോ മോഡ് y1 മൈനസ് y2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബിയുടെ നീളം കണ്ടുപിടിക്കാനുള്ള മാർഗം ഇതിൽ നിന്ന് കണ്ടെത്താമല്ലോ. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ. എ സി എന്ന് പറയുന്നത് എന്താണ്? മോഡ് x1 മൈനസ് x2. മോഡ് x1 മൈനസ് x2 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ബി സി സ്ക്വയർ, ബി സി എന്ന് പറയുന്നത് എന്താ? മോഡ് y1 മൈനസ് y2. മോഡ് y1 മൈനസ് y2 സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് മോഡുലസ് വാല്യൂ ഇടേണ്ട കാര്യമില്ലല്ലോ. മോഡ് ഇട്ടില്ലെങ്കിലും -3 ആണെങ്കിലും +3 ആണെങ്കിലും അതിന്റെ സ്ക്വയർ 9 തന്നെയല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ മോഡുലസ് ഇടേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും എ ബിയുടെ നീളം എഴുതാം. എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പൊ അക്ഷങ്ങൾക്ക് സമാന്തരമല്ലാത്ത രീതിയിൽ 2 പോയിന്റ് കിട്ടിയാൽ ആ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ നീളം അല്ലെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അത് കണ്ടെത്താനുള്ള മാർഗമാണ് എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇവിടെ x1ഉം x2ഉം എന്താണെന്നറിയോ? ഒന്നാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് x1. രണ്ടാമത്തെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് x2. ഒന്നാമത്തെ പോയിന്റിന്റെ y കോർഡിനേറ്റ് y1. രണ്ടാമത്തെ പോയിന്റിന്റെ y കോർഡിനേറ്റ് y2. അത് നമ്മൾ ഇവിടെ പേര് കൊടുക്കുന്നതാണ്. ഇനി നോക്കിക്കേ, ഈ ഒരു പ്രതലത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദു, ഇപ്പൊ ഈ പോയിന്റും ഇതിന്റെ ഒറിജിൻ ആധാര ബിന്ദുവുമായിട്ടുള്ള അകലം, ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ, ഇതിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും ഏത് തന്നെയാണ്? 0 0 തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് ഇതിന് പേര് കൊടുക്കേണ്ട കാര്യമില്ല, ഇത് എപ്പോഴും 0 0 തന്നെയാണ്. ഇനി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സിന് നമുക്ക് പേര് കൊടുക്കാം. ഈ പോയിന്റിന് എ എന്ന് പേര് കൊടുക്കാം. ഈ പോയിന്റിന്റെ എ എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റിന് എക്സ് എന്ന് തന്നെ പേര് കൊടുക്കാം. എന്ന് വെച്ചാല് വേറൊരു പോയിന്റ് ഇല്ല,
വേറൊരു പോയിന്റ് ഉള്ളത് ആധാര ബിന്ദുവാണ് അല്ലെ, ഒറിജിൻ ആണ്. അതിന്റെ കോർഡിനേറ്റ്സ്, അതിന്റെ സൂചക സംഖ്യകൾ എപ്പോഴും 0 0 തന്നെയാണ്. പിന്നീട് നമുക്ക് ഒരു പോയിന്റ് ഉള്ളത് എ മാത്രമാണ്. അപ്പോൾ വേറൊരു പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് x1 എന്നോ x2 എന്നോ ഒന്നും പേര് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ x കോർഡിനേറ്റ് x എന്ന് തന്നെ കൊടുക്കാം, y കോർഡിനേറ്റിനോ y എന്ന പേര് കൊടുക്കാം. ഈ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം, ഏതൊരു ബിന്ദുവും ആധാര ബിന്ദുവും ഒറിജിനുമായിട്ടുള്ള അകലം, നമ്മൾ അകലം കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? ഇത് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാല് OA എന്ന വരയുടെ നീളം. OA ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2. x1 എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? x ആണ്. x മൈനസ് x2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0 മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2. y1 പകരം നമ്മൾ ഇവിടെ എന്താ പേര് കൊടുത്തിരിക്കുന്നത്? y. y മൈനസ് ഇവിടെ y2 എന്ന് പറയുന്നത് ഏതാണ്? 0 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് x മൈനസ് 0 എന്ന് പറയുന്നത് എന്താണ്? x തന്നെ. അപ്പൊ x സ്ക്വയർ പ്ലസ് y മൈനസ് 0 എന്ന് പറയുന്നത് y തന്നെയാണ്. അപ്പൊ y സ്ക്വയർ. അപ്പൊ OAയുടെ നീളം എന്താണ് കിട്ടിയത്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഏതൊരു ബിന്ദുവും ആധാര ബിന്ദുവുമായിട്ടുള്ള അകലം കണ്ടെത്താനുള്ള മാർഗം എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. സൂചക സംഖ്യകൾ x1 y1 x2 y2 ആയ ഏത് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. സൂചക സംഖ്യകൾ x y ആയ ബിന്ദുവും ആധാര ബിന്ദുവും തമ്മിലുള്ള അകലം റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആയിരിക്കും. ഇനി പുസ്തകത്തിലെ 146 പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ആ ചതുർഭുജത്തിന്റെ വശങ്ങളുടെയും വികർണങ്ങളുടെയും നീളം കണക്കാക്കുക. ആദ്യം നമുക്ക് AB എന്ന വശത്തിന്റെ നീളം കാണാം. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് ബിന്ദുക്കളും താഴേക്ക് എഴുതുക. അവയുടെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളും താഴോട്ട് എഴുതുക. A -3 -2, അടുത്തത് B 1 -2. ഇനി ചെയ്യേണ്ടത്, ഇപ്പൊ രണ്ട് ബിന്ദുക്കളില്ലേ, ഇപ്പൊ രണ്ട് ബിന്ദുക്കളുണ്ട്. രണ്ട് ബിന്ദുക്കളുടെയും കോർഡിനേറ്റ്സിന്, സൂചക സംഖ്യകൾക്ക് പേര് കൊടുക്കുക. നോക്കിക്കേ, അവയുടെ പ്രത്യേകത നോക്കണേ. ആദ്യം നോക്കേണ്ടത് x കോർഡിനേറ്റ്. നോക്കൂ, x കോർഡിനേറ്റ് -3 1, ഒന്നാമത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റ്. അതിന് എന്താ പേര് കൊടുക്കുന്നത്? x1. x1. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റിനോ x2. ഇനി നമുക്ക് y കോർഡിനേറ്റ് നോക്കാം. y കോർഡിനേറ്റ് നോക്കിക്കേ, ഇവിടെ -2. ഇവിടെ വന്നപ്പോഴോ അതും -2 തന്നെയാണ്. രണ്ട് y കോർഡിനേറ്റ്സും ഈക്വൽ അല്ലേ? ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം പേര് കൊടുക്കണോ? ഒരു പേര് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് y എന്ന് തന്നെ പേര് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ y എന്ന് പേര് കൊടുക്കാം. ഇത് രണ്ടും ഒരേ സംഖ്യ ആയതുകൊണ്ട് ഇതും y തന്നെയാണ്. ഇനി എന്താണ്? AB യുടെ നീളം കണ്ടുപിടിക്കണം. AB ഈക്വൽ ടു y കോർഡിനേറ്റ്സ് രണ്ടും ഈക്വൽ അല്ലേ? ഈക്വൽ ആവുമ്പോ പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ y കോർഡിനേറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി x കോർഡിനേറ്റ്സിന്റെ വ്യത്യാസത്തിന്റെ കേവല മൂല്യം AB ഈക്വൽ ടു മോഡുലസ് x1 മൈനസ് x2 ഈക്വൽ ടു മോഡ് x1 എന്താണ്? -3 മൈനസ് x2 1 ആണ്. ഈക്വൽ ടു മോഡ് -3 -1 എന്ന് പറയുന്നത് എത്രയാ? -4 ഈക്വൽ ടു 4. ഇപ്പൊ AB യുടെ നീളം നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 സെന്റിമീറ്റർ. അത് നമുക്ക് ഇവിടോട്ട് മാറ്റി എഴുതാം.
AB ഈക്വൽ ടു 4. ഇനി നമുക്ക് AD യുടെ നീളം കണ്ടുപിടിക്കാം. ആ രണ്ട് പോയിന്റും അവയുടെ കോർഡിനേറ്റ്സും താഴോട്ട് എഴുതുക. ഏതൊക്കെയാണ്? A, അടുത്തത് D. A യുടെ കോർഡിനേറ്റ്സ് -3, -2. D യുടെ കോർഡിനേറ്റ്സ് -3, 1. ഇനി നമുക്ക് ഈ കോർഡിനേറ്റ്സിന് പേര് കൊടുക്കണ്ടേ? നോക്കിക്കേ, X കോർഡിനേറ്റ് ആദ്യം നോക്കുക. രണ്ടിന്റെയും X കോർഡിനേറ്റ്സ്, ഒന്നാമത്തെ പോയിന്റിന്റെ X കോർഡിനേറ്റും രണ്ടാമത്തെ പോയിന്റിന്റെ X കോർഡിനേറ്റും രണ്ടും എന്താണ്? -3 തന്നെയാണ്. ഒരേ വാല്യൂ അല്ലേ? അപ്പൊ പ്രത്യേകം പേര് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരേ പേര് കൊടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ ഇതിന് X എന്ന് പേര് കൊടുക്കാം. എന്ന് വെച്ചാല് X കോർഡിനേറ്റ് ആയതുകൊണ്ടാണ് X എന്ന് പേര് കൊടുത്തത്. ഇവിടെയും അപ്പോൾ X തന്നെ. ഇനി Y കോർഡിനേറ്റ്സിന് പേര് കൊടുക്കാം. ഇവിടെ ഒന്നാമത്തെ പോയിന്റിന്റെ Y കോർഡിനേറ്റ് Y1, രണ്ടാമത്തെ പോയിന്റിന്റെ Y കോർഡിനേറ്റ്. X കോർഡിനേറ്റ്സ് ഈക്വൽ ആണല്ലോ, അപ്പൊ ഇനി അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അടുത്തത് Y കോർഡിനേറ്റ് ശ്രദ്ധിച്ചാൽ മതി അല്ലെ? അപ്പൊ AD യുടെ നീളം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? AD ഈക്വൽ ടു മോഡ് Y1 മൈനസ് Y2. Y1 മൈനസ് Y2 ഈക്വൽ ടു മോഡ് Y1 എത്രയാണ്? -2 മൈനസ് Y2 1 ഈക്വൽ ടു മോഡ് -3 ഈക്വൽ ടു 3. അപ്പം AD യുടെ നീളം നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 സെന്റിമീറ്റർ. ഇവിടെ 3 സെന്റിമീറ്റർ കിട്ടി. AD ഈക്വൽ ടു 3. അടുത്ത നമുക്ക് BC യുടെ നീളം കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ പോയിന്റുകളും അതിന്റെ കോർഡിനേറ്റ്സും താഴോട്ട് എഴുതുക. ഏതൊക്കെയാണ്? BC. B യുടെ കോർഡിനേറ്റ്സ് എന്താണ്? 1, -2. C യുടെ കോർഡിനേറ്റ്സും 0, 0. 0, 0 വന്നതുകൊണ്ട് അത് എന്താണ്? ഒറിജിൻ തന്നെയാണ്, ആധാരബിന്ദു തന്നെയാണ് അല്ലെ? അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സിന് എന്ത് പേര് കൊടുത്താൽ മതി? X, Y. ഇവിടെ 0, 0 തന്നെ ആയതുകൊണ്ട് അതിന് പേര് കൊടുക്കണ്ട. അപ്പൊ ഇവിടെ X, Y. ഇനി BC യുടെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? BC ഈക്വൽ ടു റൂട്ട് ഓഫ് ആധാര ബിന്ദുവും മറ്റൊരു ബിന്ദുവുമായിട്ടുള്ള അകലം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് X എത്രയാണ്? 1. 1 സ്ക്വയർ പ്ലസ് Y -2 ആണ്. -2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് -2 സ്ക്വയർ 4 ആണ് ഈക്വൽ ടു റൂട്ട് 5. അപ്പൊ BC യുടെ വാല്യൂ റൂട്ട് 5. BC ഈക്വൽ ടു റൂട്ട് 5. അടുത്ത് നമുക്ക് CD യുടെ നീളം കണ്ടുപിടിക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? സിയും ഡിയും അതിന്റെ കോർഡിനേറ്റ്സും താഴോട്ട് എഴുതുക. C 0, 0. D എന്താണ്? -3, 1. ഇതും ഒരെണ്ണം ആധാര ബിന്ദു ഇല്ലേ? അപ്പൊ അതിന് പേര് കൊടുക്കണ്ട. മറ്റൊരു ബിന്ദു തന്നിട്ടുണ്ട്, അതിന് X, Y എന്ന് പേര് കൊടുക്കാം. CD യുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? CD ഈക്വൽ ടു റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് X എത്രയാണ്? -3. -3 സ്ക്വയർ പ്ലസ് Y 1 ആണ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 1 ഈക്വൽ ടു റൂട്ട് 10. CD ഈക്വൽ ടു റൂട്ട് 10. ഇനി നമുക്ക് ഇതിന്റെ വികരണങ്ങളുടെ നീളം കണ്ടുപിടിക്കണ്ടേ? ഇതിന്റെ ഡയഗണൽസ് അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഡയഗണൽ AC. ഒന്നാമത്തെ ഡയഗണൽ AC ആണ്. രണ്ടാമത്തെ ഡയഗണലോ BD. അതിന്റെ രണ്ടിന്റെയും നീളം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഒന്നാമത്തെ ഡയഗണൽ AC. ആ പോയിന്റ്സും കോർഡിനേറ്റ്സും താഴോട്ട് എഴുതുക. നോക്കിക്കേ, A എന്ന് പറയുന്നത് -3, -2. C എന്ന് പറയുന്നതോ 0, 0. ഒരെണ്ണം ഒറിജിൻ ആണ് അല്ലെ? അപ്പൊ അതിന്റെ നീളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? AC ഈക്വൽ ടു റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ. ഇതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ പേര് കൊടുത്തില്ല. എന്താണ്? X, Y.
equal to root of minus 3 square plus minus 2 square equal to root of 9 plus minus 2 into square 4 equal to root 13. അപ്പൊ ഒരു വികരണത്തിന്റെ നീളം root 13. AC equal to root 13. ഇനി അടുത്ത വികരണം ഏതാ? BD അല്ലേ? B 1 minus 2 D minus 3 1. ആദ്യം x കോർഡിനേറ്റിന്റെ പേര് കൊടുക്കാം. x കോർഡിനേറ്റ് ഏതൊക്കെയാ? 1 minus 3 ഒരേപോലെ അല്ലല്ലോ, അപ്പൊ രണ്ട് പേര് കൊടുക്കാം. ഒന്നാമത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റ് x1, രണ്ടാമത്തെ പോയിന്റിന്റെ x കോർഡിനേറ്റ് x2. ഇനി y കോർഡിനേറ്റ് നോക്കുക. -2 1 അതും വ്യത്യസ്തമല്ലേ, അപ്പൊ രണ്ട് പേര് കൊടുക്കണം. ഒന്നാമത്തെ പോയിന്റിലെ y കോർഡിനേറ്റ്, രണ്ടാമത്തെ പോയിന്റിലെ y കോർഡിനേറ്റ്. ഇനി BD യുടെ നീളം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? BD equal to root of x1 minus x2 whole square plus y1 minus y2 whole square equal to root of x1 എത്രയാണ്? 1 അല്ലേ? 1 minus x2 എന്ന് പറയുന്നതോ -3. അപ്പൊ വീണ്ടും ഒരു മൈനസ് അവിടെ വന്നു. ഹോൾ സ്ക്വയർ പ്ലസ് y1 എത്രയാ? -2 മൈനസ് y2 എന്ന് പറയുന്നത് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് -3. രണ്ട് മൈനസ് ഒന്നിച്ച് വന്ന് അത് പ്ലസ് ആയി. അപ്പൊ 1 plus 3 അത് 4 സ്ക്വയർ പ്ലസ് -2 minus 1 അത് -3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ എത്രയാ? 16 പ്ലസ് 9 ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പൊ BD യുടെ നീളം 5 സെന്റിമീറ്റർ.